ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയുന്നത് നമ്മൾ പൊങ്കൽ വെക്കേഷന് നാട്ടിൽ വന്നിട്ടാണുള്ളത്. അപ്പോൾ നമ്മളൊരു ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഫുൾ വീട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുള്ളത് അച്ഛമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറം അകം എല്ലാം ഞാൻ കാണിച്ചു തരാം. പിന്നെ മേലെയും ഞാൻ കാണിക്കാം. പിന്നെ വീടിൻ്റെ ഔട്ട്ലുക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നിൽക്കേ ഓക്കെ ഗൈസ്, ഇത് ഇച്ചുവാണ് എനിക്ക് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഔട്ടർ ലുക്ക് ഇതാ ഗൈസ്. ഇത് മേലെ ഇത് താഴെ ഹോൾ ലുക്ക് ഇതാണ്. ഇവിടെ ഒരു ആല് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മഴയൊക്കെയാണ് ചെറുങ്ങനെ, അതുകൊണ്ട് തുണി ഉണങ്ങണ്ടേ, അതുകൊണ്ടാണ് കെട്ടിയത്. ഇതാണ് മൊത്തത്തിലുള്ളൊരു ലുക്ക്. അപ്പം ഞാൻ ഓവർ സ്ഥലമായിട്ട് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് നമുക്ക് പുറം നോക്കാം. പുറം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മാവുണ്ട്. ഇത് മാങ്ങ ഉണ്ടാവുന്നതാണ്. ഇവിടെ മാങ്ങൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെയാണ് ഒരു ചെടി. ഇച്ചിവിടെ നിൽക്കുക, ഇനി വാ. ഈ ചെടിയുടെ പേരെന്താ? വെള്ളം പോകുന്നതാണ് എനിക്കറിയാം. പിന്നെ ഇവിടെ ചെക്കി പോകുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ തുണി ആറിട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇവിടെ കിണറാണ് ഗൈസ്. ഞാൻ കിണറിൻ്റെ ഉള്ളിൽ വെള്ളം കാണിച്ചാൽ എൻ്റെ ഫോൺ ഉള്ളിൽ പോകും. ഇങ്ങനെ കാണിക്കാം ഗൈസ്. നിങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ഞാൻ ഇതാ കിണർ കാണിക്കാം. ഉള്ളിലുണ്ട് ഗൈസ് വെള്ളം. വീഴും നോക്ക് ഗൈസ്. അച്ഛൻ്റെ ചെരുപ്പിട്ടുണ്ട് വന്നിട്ട്. പിന്നെ ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ പൂക്കൾ. ഇതപ്പുറത്ത് എൻ്റെ ഫ്രണ്ട് വേദുയുടെ വീടാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്ത ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കയറി വരുന്നൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് അമ്മ ഇത് അലക്കുന്നതാണ് ഗൈസ്. പിന്നെ ഇവിടെ കാറ്. പിന്നെ ഇതൊക്കെ ബാക്ക് അപ്പുറമാണ് ഗൈസ്. ഇത് നമ്മുടെ ബാക്കിലത്തെ വാതിലാണ് ഉള്ളിലോട്ട് കയറുന്നത്. പിന്നെ ഇതൊക്കെ ബാക്ക് അപ്പുറം. ഇവിടെയൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര പേടി. അച്ചാച്ചൻ തേനീച്ചക്കൂട് വെച്ചിട്ടുണ്ട്. തേനീച്ചക്കൂട്. പിന്നെ ഇവിടെ ഒരു പൊതുവായിട്ടുള്ളൊരു ബാത്റൂമാണ്. അവിടെയൊക്കെ തേനീച്ചക്കൂടാൻ ഞാൻ പോവില്ല, അതുകൊണ്ട്. പിന്നെ ഇവിടെയെല്ലാം ചെടികളാണ്. ഇത് കണക്കിൻ്റെ പടയിലേക്ക് കൂടി ഞാൻ നടന്ന് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ എറയോ. അച്ഛാ ഹായ്. ഇവിടെ ഒരു വടിയുണ്ട് ഗൈസ്. ഇതെൻ്റെ വടിയാണ്. ഞാൻ കുത്തി നടക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ എന്ന് വെച്ചാൽ ഇത് അച്ഛമ്മേൻ്റെ റൂമിൻ്റെ ജനലായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ വ്യൂ, ആ ജനലിൽ കൂടി നോക്കിയാൽ ഈ മരവും പിന്നെ ഇതൊക്കെയാണ് വ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഗാർഡനാണ്. ഇതും തേനീച്ചക്കൂടാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇതൊക്കെ നമ്മുടെ ഗാർഡനാണ്. ഇതാണ് അച്ഛമ്മേൻ്റെ റൂമായിട്ട് വരുന്നത്. ഇവിടെ ഒരു ജനലുണ്ട്, പിന്നെ അവിടെ ഒരു ജനലുണ്ട്. ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ റൂമിൻ്റെ ജനലാണ്. പിന്നെ ഇവിടെയൊക്കെ തേനീച്ചക്കൂടാണ്. ഞാൻ ആ സൈഡും പോകാറില്ല. അവിടെയും നമ്മുടെ ഗാർഡനാണ്. ഇവിടെയൊക്കെ ചെടികൾ അച്ചാച്ചൻ നട്ട് വെച്ചതാണ്. കുറേ വാഴയൊക്കെ ഉണ്ട് ഗൈസ്, വാഴ. പിന്നെ അവിടെയാണ് നമ്മുടെ തെങ്ങുള്ളത്. ആരെ തലയിൽ ആ തേങ്ങ വീഴുവാന്ന് അറിയത്തില്ല. നമ്മൾ അതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എൻ്റെ തലയിൽ അങ്ങനെ വീണാൽ പിന്നെ കണക്കായി. തേങ്ങ ഓലയും ഉണ്ട്. ഗൈസ്, ഞാൻ മറന്നുപോയി. ഇവിടെ താമരപ്പൂയില്ലേ, അതിൻ്റെ ഇച്ച് തൊടല്ലേ. താമരപ്പൂ ആക്കിയിട്ടുണ്ട്. പൂവായിട്ടില്ല, പൂവാവാനായിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ മുളകാണ്, കാന്താരി മുളക്. അപ്പം നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിൽ കാണാം. അപ്പം ഇതാണ് എറയം. എറയെന്ന് വെച്ചാൽ ഇവിടെ ഇരുത്തിയാണ്. ഇവിടെ ഇരിക്കേ ഇതുപോലെ ഇരിക്കും. ഇത് ആ പൂവാണ്. ആ പൂ അവിടുന്ന് പറിച്ചതാണ്. ഞാൻ കാണിച്ചില്ല. ആ ഒരു ചെടി കണ്ടോ, ആ ഒരു ചെടിയിൽ നിന്ന് പറിച്ചതാണ്. പിന്നെ ഇവിടെയും ഇതുപോലെ തന്നെ ഇരിക്കുകയാണ് ഗൈസ്. വീട് ഭയങ്കര അലങ്കോരാണ്. ഞാനാണ് അലങ്കോരാക്കിയത്. നിങ്ങളൊന്നും ഇത് പിന്നെ ഒരു ജനലാണ്. ഇത് ഹാളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ജനല്. ഇതാണ് നമ്മുടെ വീട്ടുപേര്, ശ്രീരത്നം നമ്മുടെ വീട്ടുപേര്. ഇവിടെ ഒരു കൃഷ്ണനുണ്ട്. ഇതൊക്കെ നമ്മുടെ എറയത്തിൻ്റെ ലൈറ്റ്, കോളിംഗ് ബെല്ലൊക്കെയാണ്. അപ്പൊ ഇതാണ് ഹാള്. ഞാനൊരു മിനിറ്റ് ഗൈസ് സെറ്റ് ആക്കട്ടെ. ഇത് ഹാളെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അവിടുന്ന് ജനൽ കാണിച്ചിട്ടില്ലേ. ഇത് ഇറയം കാണുന്ന ഇതാണ്. ഇവിടെ കേർട്ടൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ TV, ഇതൊക്കെ വെക്കാൻ വെച്ച ന്യൂസ് പേപ്പേഴ്സ് ഒക്കെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഭക്ഷണം കഴിക്കരുത്. ഇതൊക്കെ ഷോ കേസിനാണ്. നമ്മുടെ കുറേ ഇവിടെ ഒരു കൃഷ്ണനുണ്ട്. ഇതൊക്കെ നമ്മൾ കണി കാണാൻ വെക്കുന്നതാണ്. ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ. പിന്നെ ഇതാണ് ആര്യജൻ. ഇത് സൂര്യ, ഇത് ഞാനാണ്. ഇതൊക്കെ പിന്നെ കുറച്ച് ഫോട്ടോകളാണ്. ഇതൊക്കെ ട്രോഫികളാണ് ഞങ്ങൾക്ക് കിട്ടിയത്, മെഡലൊക്കെ. ഇവിടെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഈ ഹാളിൽ ഇവിടെയാണ് സ്വിച്ച് ആയിട്ട് വരുന്നത്.
അച്ഛമ്മ ദോശ കൊണ്ടുവന്നു, ഇവരെ കഴിക്കാൻ പോകുന്നു. ഞാൻ കഴിക്കാൻ പോയില്ല, കുറച്ചൊന്നും കഴിഞ്ഞിട്ട് കഴിച്ചു. പിന്നെ ഇവിടെയാണ് സ്റ്റെപ്സ്, നമ്മൾ മേലെ ഞാൻ കാണിക്കാം. പിന്നെ ഇത് സ്റ്റെയർ കേസിന്റെ അടി. ഇവിടെയാണ് സൂര്യന്റെ സൈക്കിൾ പാർക്കിയിട്ടുള്ളത്, പഞ്ചറായിപ്പോയി. ഇവിടെ വാഷ് ബേസിൻ, പിന്നെ ഇവിടെയാണ് നമ്മൾ അച്ചാച്ചൻ്റെ റൂമായിട്ട് വരുന്നത്. അച്ചാച്ചൻ്റെ ഇവിടെയെല്ലാം ഇത് അച്ചാച്ചൻ്റെ മിഷ്യൻ. പിന്നെ ഇവിടെയാണ് ദൈവത്തിൻ്റെ വിളക്കൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ കുറച്ച് ബുക്കൊക്കെ ഉണ്ട്. ഇവിടെ മുരുകൻ്റെ ഫോട്ടോ. ഇത് ജനലും കർട്ടനും. പിന്നെ ഇവിടെ ബെഡിൽ തുണിയൊക്കെ ഇട്ട് വാരി വലിച്ചിട്ട്. ഇതൊക്കെ അച്ചാച്ചൻ്റെ അച്ഛന്മാരുടെ ഡ്രസ്സുകളാണ്. പിന്നെ ഇത് അച്ചാച്ചൻ്റെ ബുക്ക് കളക്ഷൻ. പിന്നെ ഇത് അച്ചാച്ചൻ്റെ മേശ. ഹൈസ് ഗൈസ്, ഇതാണ് ഞാനിതാ ഷൂട്ടിങ്ങിലാണ്. പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്. ഇത് മൊത്തം ഡ്രസ്സുകളൊക്കെയാണ്, മുണ്ട് മൊത്തം അടുക്കി വെച്ചതാണ് ഈ റൂം. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒരു സ്റ്റൂൾ ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അക്ഷര ശ്ലോകമൊക്കെ പാടാറ്. പിന്നെ ഈ ബാക്കിൽ എന്ന് വെച്ചാൽ ഗൈസ് എന്താ തടയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പയ്യൊക്കെ ഉണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ റൂമിൽ പുറത്ത് കിടക്കാം. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ ഈ റൂമിന് നേരെ ഇപ്പുറത്തോട്ടായിട്ടാണ് അടുക്കള. ഇവിടെ ഫ്രിഡ്ജ്. ഇവിടെ അല്ല കുക്കിങ്, ഇവിടെ എല്ലാ സാധനവും 2 സ്പ്രൈറ്റ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മുടെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ കടുകല്ല, ഉഴുന്ന്, ചെറുപയർ, അങ്ങനത്തെയൊക്കെ, ബിസ്ക്കറ്റിൻ്റെ പെട്ടികൾ, റസ്ക്, അങ്ങനത്തെയൊക്കെ. ഇതൊക്കെ അങ്ങനത്തെയാണ്. കണ്ടോ, കുരുമുളക്. ഇതെന്താ ഗൈസ് എനിക്കറിയത്തില്ല, ഇതൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഒരു മാവുണ്ട്, ചപ്പാത്തിപ്പൊടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ പാത്രങ്ങളുടെയാണ്. ഇവിടെ ഇരുട്ടാണ് അച്ചാച്ചൻ ഭക്ഷണം കഴിക്കാറ്. അച്ചാച്ചൻ വെജിറ്റേറിയൻ ആണ് ഗൈസ്, നമ്മളൊക്കെ നോൺ വെജിറ്റേറിയനും. ഇവിടെ എല്ലാം പാത്രങ്ങളാണ്. ഇവിടെയും കുറേ പാത്രങ്ങൾ പുതിയത് അച്ഛമ്മ പൊന്നിച്ച് വെച്ചാണ്. ഇതൊക്കെ അച്ഛമ്മയുടെ ഗ്ലാസ് കളക്ഷൻ. പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട്. ഇത് നമ്മൾ ഈ റൂമിൻ്റെ ക്ലോസ് ആവുന്ന ഡോറ്. ഇതാണ് നമ്മുടെ റിയൽ കുക്കിംഗ് അടുക്കള. നല്ല പുറത്തേക്കുള്ള വ്യൂവോടെ തന്നെ ഇവിടെ കുക്ക് ചെയ്യാം. ഇത് അമ്മിക്കല്ല്. ഇത് പാത്രം കഴുകുന്നത്. ഇത് ഗൈസ് അത് കഞ്ഞിവെള്ളം. ഇവിടെയാണ് അടുപ്പ്. പിന്നെ ഇവിടെ ഒരു കുളിമുറിയാണ്. ഇവിടെ നിന്നാണ് കുളിക്കാറ്. നമ്മൾ ഷവറൊക്കെ ഫിറ്റ് ചെയ്ത് കുളിക്കുന്നതാണ്. ഇവിടുത്തെ വെച്ചാൽ കിണറാണ്. കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നമ്മൾ കുളിക്കാറ്. ഇവിടുന്ന് ഇത് അടച്ചിട്ട് വേണം ഗൈസ് കുളിക്കാനുള്ള നാണമാണ്. പിന്നെ ഇവിടെയാണ്, ഇവിടെ നേരെ പോയാൽ ഇവിടെയാണ് കുക്കിംഗ് ഏരിയ. ഇവിടെ ഒരു കല്ലിൽ ദോശ ചുട്ട് വെച്ചത്. ഇവിടെ കുക്കിംഗ്. ഇവിടുത്തെ നല്ല വ്യൂ ആണ്. നല്ല റിസോർട്ടിലത്തെ വ്യൂ പോലെയാണ്. അലക്കുന്ന കല്ലും പിന്നെ അവിടുത്തെ കുറച്ച് ചെടികളും പിന്നെ കാറുമാണ്. അപ്പൊ നമ്മൾ അടുക്കള ഭാഗം കഴിഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ ഇവിടെ ആ റൂമാണ് ഞാൻ കാണിച്ചു തരല്ലേ. ഇവിടെ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ റൂമാണ്. നമ്മുടെ റൂം പായങ്കോരാണ് ഗൈസ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ കണ്ടോ ഗൈസ്, അച്ഛൻ, അമ്മ, ഞാൻ. ഇത് രണ്ടും ഞാനാണ്. ഇത് ഞാൻ കുഞ്ഞിലത്ത് ഞാനാണ്. ഇത് അങ്ങനത്തെ ഫോട്ടോ. ഇവിടെ കലണ്ടർ. ഇതാണ് ബാത്റൂം. പിന്നെ ഇവിടെ ഒരു പായ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ബെഡ്. പിന്നെ ഇവിടെ അലമാരയാണ് ഗൈസ്. അലമാരയിൽ ഞാനാണ് വരച്ചിട്ടത് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. തുറക്കാൻ പറ്റുന്നില്ല ഗൈസ്, കുറേ കാലമായിട്ട് അടച്ചിട്ട റൂമാണ്. ഞങ്ങൾ വരുമ്പോൾ മാത്രമേ തുറക്കാൻ കിട്ടുന്നില്ല ഗൈസ്. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ആ ഗാർഡൻ തന്നെയാണ് ഇവിടുത്തെ വ്യൂ ആയിട്ട് വരുന്നത്. പിന്നെ ഇവിടെ ബെഡ് ഉണ്ട്. പിന്നെ ഇത് മേശ. നമ്മൾ വന്നപ്പോൾ ഒന്നും എടുത്തു വെച്ചില്ല. ഇന്നലെ രാത്രി ലേറ്റായി. ഒരു ഫംഗ്ഷന് പോയിട്ട് വന്നപാട് ഞങ്ങൾ ഫംഗ്ഷന് പോയിട്ട് വന്നിട്ട് ലേറ്റായി. അപ്പോൾ ഇവിടെ അതൊക്കെ അങ്ങനെ വന്നപാടും വെച്ച ബാഗുകളൊക്കെയാണ്. നമ്മളിവിടെ ഞായറാഴ്ച വരെ ഉണ്ടാവും. അടുത്ത് നിന്ന് അച്ഛമ്മയുടെ അച്ഛൻ്റെ വരും ഗൈസ്. ഇവിടെ കണ്ടോ, ഇതൊക്കെ ഒരു ഫാനുണ്ട്. മേലെ ഫാനുണ്ട്. ഇവിടെ AC ഇല്ല. ഗൈസ് അച്ചാച്ചൻ ഉറങ്ങുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഒച്ചപ്പാടാക്കണ്ട. അപ്പം ഇവിടെ ആ ഒരു ഇതിലെ കൂടി നോക്കിയാലാണ് ഞാൻ പറഞ്ഞിട്ടില്ല ആ മരം, ആ വീടൊക്കെ കാണുന്നത്. ഇതാണ് അവിടുത്തെ വ്യൂ. പിന്നെ അച്ചാച്ചൻ നോക്കുന്നുണ്ട്. ഇത് കട്ടിലാണ്. പിന്നെ ഇവിടുത്തെ വ്യൂ കണ്ടോ ഗൈസ്, ഇത് നമ്മുടെ ആ ഗാർഡനാണ്. ഇതേ വ്യൂ തന്നെയാണ് അപ്പുറത്ത് നോക്കിയാൽ കാണുന്നത്. അപ്പുറത്ത് നോക്കിയാൽ അവിടെ കാണുന്നൊരു വാഴ നന്നായിട്ട് കാണും. അവിടെ ഒരു വാഴയുണ്ട്. ഇപ്പം അങ്ങോട്ടേക്ക് നമ്മളെ റൂം നോക്കിയാൽ ഒരു വ്യൂ വരും. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഗൈസ്. അതിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് മേലത്തെയും കൂടി ഒരു വ്യൂ കാണിച്ചിട്ട് കഴിക്കാം. അപ്പം നമ്മളിത് അടുത്ത് താഴെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മേലോട്ടാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മേലത്തെ വ്യൂ കാണിക്കും. മേലത്തേക്ക് പോകുമ്പോൾ ഇവിടെ രണ്ട് സ്വിച്ച് ഉണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇത് ഇതിൻ്റെ സ്വിച്ചാണ്. ഓണാക്കി കളിക്കാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് നേരെ വ്യൂ കണ്ടിട്ട് വരാം. ഇവിടെ ഇങ്ങനെ കയറണം സ്റ്റെപ്പുകൾ. ഇതാണ് മേലെ.
എത്തിയപാടി ഇവിടെ ഉള്ളത് സ്റ്റഡി ടേബിളാണ്. പിന്നെ ഇവിടെ കുറച്ച് ഇതിട്ട് ബുക്കുകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ കിച്ചൺ സെറ്റാണ്, പൊട്ടിപ്പോയി. ഇത് മെയിനൂസാണ്, പാവം. പിന്നെ ഇതാണ് ആജൻ്റെ ആയിട്ട്, ഇത് ബാത്റൂം. ഇവിടെ ഫാൻ ഉണ്ട്. ഇതാണ് ബെഡ്റൂം. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ അച്ഛമ്മയുടെ ബെഡ്റൂമിൽ കിട്ടുന്ന അതേ വ്യൂ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. ഇതെന്ന് വെച്ചാൽ ഫുൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു റൂമാണ്. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ടാണ് ബെഡിടാനുള്ളത്. പിന്നെ ഇവിടെ ആര് കെട്ടിയിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി. ഇത് സ്റ്റോർ റൂമാണ് ഗൈസ്, നിങ്ങൾ കാണണ്ട. ഇതാണ് ബാൽക്കണി. പോയാൽ നമുക്ക് പേടിയാണ്. ഇതൊന്ന് വേദുവിൻ്റെ വീട് കാണുന്നു. അത്രയേ ഉള്ളൂ ഗൈസ്. അവിടെ ഒരു വലിയ ചൂലൊക്കെ വെച്ചിട്ടുണ്ട്. പ്രേതത്തിൻ്റെ ശാല പോലെയാണ്. കഴിഞ്ഞു ഗൈസ്, താങ്ക് യു.